കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് നടന്നുപോയി ശ്രദ്ധ പിടിച്ചു പറ്റിയ യൂട്യൂബറാണ് ഷിഹാബ് ചോറ്റൂർ. അദ്ദേഹം ഇവിടെ നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ഡിജിറ്റൽ സ്പേസിൽ വല്ലാതെ കൂടി. പിന്നീട് അദ്ദേഹം ആ നിലയ്ക്കൊരു സെലിബ്രിറ്റിയായി മാറുകയും പിന്നീട് അതൊരു ബിസിനസ് മോഡലാക്കി അദ്ദേഹം ഈ ഡിജിറ്റൽ സ്പേസിൽ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതായത് അദ്ദേഹം ഈ പറയുന്ന രാമൻ്റെ വേഷം ധരിച്ച ചില കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ താങ്ക് യു മോദി സാർ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സംഗതി. അതിന് കൂടെ ഒരു ഇന്ത്യൻ മുസൽമാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും. ആളുകൾ വലിയ തോതിൽ അതിനെ വിമർശ രംഗത്ത് തോന്നുന്നു. അത് ഇന്ത്യൻ മുസൽമാനായി അഭിമാനിക്കുന്നതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നത് എന്തിനാണ് എന്ന ചോദ്യം അവിടെയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ മോദിയോട് നന്ദി പറയാന്ന് വെച്ചാൽ ഇന്ത്യൻ മൈനോറിറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇദ്ദേഹത്തെ പോലെ ഒരു പ്രൊഫൈലിൽ ആൾക്ക് നന്ദി പറയാൻ കഴിയും? വലിയ തോതിലുള്ള വിമർശനമാണ്. പക്ഷേ ഫൈനലി അദ്ദേഹം അതിനൊരു തിരുത്തുമായിട്ട് രംഗത്ത് വന്നു. ഫാസിസത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, ഞാനിപ്പോൾ നരേന്ദ്രമോദി എൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തു തെറ്റിദ്ധാരണയിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞാണെന്നൊക്കെ ഒരു ക്ലാരിറ്റി കുറവുള്ള വിശദീകരണമാണ്. അദ്ദേഹത്തിന് നേരിട്ട് ആരെയും വേദനിപ്പിക്കരുതെന്ന ഉദ്ദേശം അതിനകത്തുണ്ട് താനും. എന്തായാലും ഭയങ്കരമായ ബാക്ക് ഫയർ ചെയ്തു ആ പോസ്റ്റ്. അദ്ദേഹത്തിനകത്തുള്ള വിശദീകരണവും നൽകി. ദൗസാവിന് അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഏതാണ്ട് 7-8 ലാഖ് ആളുകൾ ഫോളോ ചെയ്യുന്ന ആ നിലയ്ക്ക് ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാക്കിയ കക്ഷിയാണ്. അതിപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആൾക്ക് വിമർശനമൊക്കെ ഉണ്ട്. അദ്ദേഹം ഫ്രം ദ വെരി ബിഗിനിങ് അയാൾ ചെയ്യുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്ടിൽ എന്താണ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നിഷാദ് പറഞ്ഞ വലിയൊരു ഫാൻ ബേസ്, സെലിബ്രിറ്റി ബേസ് അങ്ങേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായത് എനിക്കിപ്പോഴും ഒരു ഭയങ്കര അതിശയമാണ്. ഒരാൾ ഹജ്ജിന് നടന്നു പോവുകയാണ്. ഈ നോക്കണം നിഷാദ്, ആ സമയത്ത് ഗുജറാത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടത്. ഗുജറാത്തിലൊക്കെ നട്ടപ്പാതിരൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഗുജറാത്താന്ന് കൂടി കൊടുക്കണം. ഗുജറാത്ത് പോലീസിൻ്റെ വലിയ ബന്ദോബസ്ത് ഇയാൾക്കുണ്ട്, എസ്കോർട്ടുണ്ട്. പോലീസ് ഇങ്ങനെ വലയം തീർക്കുന്നുണ്ട്. എന്നിട്ട് മുമ്പിരിങ്ങനെ അഭിവാദ്യം വേവ് ചെയ്യും. അപ്പുറത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ ഇപ്പുറത്തൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന പിന്നെ ഹാജി എന്ന് പറഞ്ഞിട്ട് ഇത് ഇയാളെ കാണാൻ ആളുകളിങ്ങനെ തടിച്ചു കൂടി നിൽക്കുക. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരാൾക്ക് ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ എളുപ്പ വഴികളുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഹജ്ജിന് പോകാൻ ആരും പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ശാരീരികമായും സാമ്പത്തികമായും ശേഷിയുണ്ടെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ ചെയ്യേണ്ട കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ സർവ്വ ഇടപാടുകളും തീർത്തു വെക്കണമെന്നാണ്. 5 പൈസയുടെ കടമുണ്ടാകാൻ പാടില്ല. ഭൂമിയിൽ നിർവഹിച്ച് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ടാകാൻ പാടില്ല. ആളുകളുമായിട്ടുള്ള പിണക്കങ്ങളുണ്ടാകാൻ പാടില്ല. അതൊക്കെ എല്ലാം ഇവിടുത്തെ ഫയലുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഒരു യാത്ര എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിനിപ്പോൾ നടന്നു പോകുക, ഇപ്പോൾ ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രാഥമികമായ ഇസ്ലാമിക തത്വമാണ്. നടന്നു പോവുക, അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുക, അതിൽ യൂട്യൂബിൽ പ്രൊമോഷൻ കൊടുക്കുക, അതിന് പോലീസിൻ്റെ പ്രത്യേകമായ സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാകുക. ഇതപ്പോൾ തന്നെ എന്തോ ഒരു ദുരൂഹത എനിക്ക് അതിൽ സ്മെല്ല് ചെയ്തിരുന്നു. ഗുജറാത്തിൽ ഇത്രയും വലിയ തോതിൽ ഇത് ആഘോഷിക്കപ്പെട്ടപ്പോൾ ഇതെന്താ പരിപാടി ഇത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്നലത്തെ പോസ്റ്റ് കണ്ടപ്പോൾ അന്ന് സംശയിച്ച കാര്യങ്ങളിലെന്തോ ചില ഉറപ്പുകൾ വരികയാണ്. ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പ്രസിദ്ധനായ യൂട്യൂബ് ഹാജി ഇങ്ങനെ നരേന്ദ്രമോദിക്ക് താങ്ക് യു നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ മറ്റു പല കാര്യങ്ങളും ആക്സെപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഇങ്ങനെ ആഘോഷിക്കുന്ന പോലെ ഇതും ആഘോഷിക്കുമെന്ന് ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിരിക്കും. പക്ഷേ അത് നടക്കില്ല. അതിന് പുതിയൊരു ഫാൻ ബേസിനെ സൃഷ്ടിക്കാനുള്ള അങ്ങനെയായിരിക്കും വേറൊരു മേഖലയിലേക്ക്. അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല. എന്തു തന്നെയാലും ഞാൻ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിടുകയും ഇപ്പുറത്ത് ഈ നിലക്കുള്ളൊരു ഫാൻ ബേസിനെ കൊണ്ടു നടക്കുകയും ചെയ്യാൻ രണ്ടും ഒന്നിച്ച് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല മറ്റു പലർക്കും ഇതിൽ പാഠങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലൊരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെയൊക്കെ ആളുകളെ, ഒരു പ്രത്യേക കാറ്റഗറി ആളുകളെ ഇങ്ങനെ സൂചിപ്പിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ വികാരങ്ങളെ ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ എന്തായിരിക്കും? ബിസിനസ് മോഡൽ നിലയ്ക്ക് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഒന്ന്, ഈ നിലനിൽക്കുന്ന അധികാര സ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഭയക്കുന്ന ആളുകളുണ്ട്. ഈ ഭയം ഒരു പ്രശ്നം തന്നെയാണല്ലോ.
ഫാഷിസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഭയത്തെയാണ്. ആളുകൾ ഭയപ്പെടുത്തുക, ആ ഭയത്തെ ഉപയോഗിച്ച് ആളുകൾ അടിച്ചമർത്തുക, അടക്കി ഭരിക്കുക എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുക കഴിഞ്ഞ 2 ദിവസം അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും, കോൺഗ്രസിനാവട്ടെ CPM-നാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ഡിസ്പ്യൂട്ട് കോടതി തീർത്തതാണ്, അതിൽ ആർക്കും എതിരഭിപ്രായമില്ല, കോടതി വിധിയെ എല്ലാവരും മാനിക്കുന്നു, കോടതി വിധിയാണ്, അതിനെ മാനിക്കുന്നു. അവിടെ ഒരു അമ്പലം ഉയരുന്നു, അതിനെ സെലിബ്രേറ്റ് ചെയ്താൽ എന്താ കുഴപ്പം എന്ന ന്യായമായ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. അതിലൊരു ഒരു പ്രശ്നമില്ല. ഇതിൽ പ്രശ്നം വരുന്നത് എവിടെയാണ്? ആ കോടതി വിധി തന്നെ എന്താണ്, ഒരു നീതിയുക്തമല്ല എന്നൊരു തോന്നലിലാണ്. അതിന് മുമ്പ് നടന്ന ഒരു ക്രിമിനൽ ആക്ട് ഉണ്ട്. ആ ക്രിമിനൽ ആക്ടിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് അവരെ കോടതി വെറുതെ വിട്ടേക്കാണ്. ഇത്രയും പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കേരളീയ സമൂഹം അതിനോട് ഒരു നിലപാടെടുക്കുന്നത്. അത് ശരിയല്ല, അവിടെ നടക്കുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ഇവൻ്റ് അല്ല എന്ന് എല്ലാ പാർട്ടികളും നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ വോട്ട് നഷ്ടപ്പെടുകയാണ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ CPM ഒരു നിലപാട് സ്വീകരിച്ചു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരും പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ CPM-നെതിരെ പലരും ഉന്നയിക്കുന്നൊരു ആക്ഷേപം CPM-ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നാണ്, BJP അല്ല എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CPM-ന് നഷ്ടം ഉണ്ടാവേണ്ടത്. CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ സെൻറ്റിമെൻറ്റ്സിനെ വ്രണപ്പെടുത്തുന്നതാണെന്ന് കരുതി CPM-ന് ഉണ്ടായിരുന്നൂടെ? അപ്പോൾ നീതി, ന്യായം, ധാർമ്മികത, ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവർ രാഷ്ട്രീയപരമായൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതിൽ വോട്ട് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വോട്ട് എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അത് ഒരു പൊതുവായ വികാരമായി മാറുന്നു കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് സെലിബ്രിറ്റീസ് അറിയാതെ കൂവിപ്പോകുന്നത്, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം കൂവിപ്പോകുന്നത് അവിടെയാണ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ എനിക്കറിയില്ല, ഞാനൊരു അമ്മാവനായതുകൊണ്ട് യൂട്യൂബിൽ അധികം പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കൊരു അമ്മാവൻ സിൻഡ്രോം വന്നു തുടങ്ങിയ സംശയമുണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പക്കാരനറിയാം, ഞാൻ അദ്ദേഹം ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹം ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ കാണുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അദ്ദേഹം, ഞാൻ ആകെ കണ്ടൊരു വീഡിയോ, ഈ നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹരിയാനയിലെ ഏതൊരു നഗരത്തിൽ 22,000 രൂപ ഷൂ പർച്ചേസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിന് പല ഷൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഷൂ ആണല്ലോ, കുറേ ദൂരം നടക്കുക. അപ്പോൾ അത് ഗൈസ് ഇത് നോക്കൂ, അദിദാസിൻ്റെ ഷൂ ആണ്, 27,000 രൂപയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുന്ന ഷൂ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഏത് മതപരമായ കർമ്മമാണെങ്കിലും മതത്തിൻ്റെ ഒരു ആകസത്ത, തീർത്ഥാടനത്തിൻ്റെ ആകസത്ത എന്താണ്, ഐഹിക ജീവിതത്തിൽ നിന്ന് വിട്ടുപോവാണ്. ഒരാൾ കാശിക്ക് പോകാമെന്ന് പറയുന്ന പോലെയാണ്. പണ്ടൊക്കെ ഈ ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞാൽ അത് തീർന്നു, അയാൾ തിരിച്ചു വരുമൊന്നുമില്ല പണ്ടത്തെ കാലത്ത്. ഇപ്പോഴാണ് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഐഹികമായ എല്ലാ താല്പര്യങ്ങളെയും വിട്ടുകൊണ്ട് ഒരാൾ നടത്തുന്ന വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു ജേണിയെ അയാൾ യൂട്യൂബിൽ സെലിബ്രേറ്റ് ആണ് ചെയ്തത്. അയാൾക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനെ ഞാൻ വിലയിരുത്താൻ ആളല്ല, എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല, എനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയുകയില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ അധികാരത്തിരിക്കുന്നവരെ സുഖിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായ നേട്ടമോ ഒക്കെ നേടാമെന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരാണ്. അതിൽ മതനേതാക്കളും ഉണ്ട്. അപ്പോൾ അത്തരം മതനേതാക്കളുടെ ഇൻഫ്ലുവൻസിൽപ്പെട്ടിട്ടായിരിക്കാം ഈ ചെറുപ്പക്കാരൻ മോദിക്ക് നന്ദി പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരുത്തൊട്ടും ലോജിക്കലല്ല. അദ്ദേഹം പറയുന്നത് മോദി അദ്ദേഹത്തിൻ്റെ ഏതോ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നതാണ്. പിന്നെ മോദിക്ക് അതല്ല പണി. ഫാസിസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യയിലാണെന്ന് സംശയം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഭയങ്കരമായ വിമർശനം വന്നപ്പോൾ അദ്ദേഹം തിരുത്തൽ ശരിയായാലും തിരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായി. അത് മനസ്സിലാക്കേണ്ട വേറെ ചിലർ കൂടി കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും ഈ യൂട്യൂബറുടെ നടപടി വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും അദ്ദേഹത്തിന് തിരുത്താനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഫ്രം ദ വെരി ബിഗിനിങ് ഇദ്ദേഹത്തിൻ്റെ സംഗതികളിൽ നമുക്കൊരു ടോട്ടൽ ഒരു ജെനുവിനിറ്റി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നതാണ്. ഇനി നാളെ ഇരിക്കാം. നമസ്കാരം.